ഹായ്. അപ്പോൾ നമ്മൾ ഇന്നും കപ്പ വെച്ചിട്ടുള്ള ഒരു റെസിപ്പീസുമായിട്ടാണ് വന്നിട്ടുള്ളത്. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്കാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തുന്നത്. അതിനായിട്ട് കപ്പയുടെ തൊലിയൊക്കെ കളഞ്ഞ് കഴുകി മുറിച്ചിട്ട് നമുക്കൊരു കുക്കറിലോട്ട് വെച്ച് കൊടുക്കാം. ഞാൻ മിക്കവാറും കുക്കറിലാണ് കപ്പയൊക്കെ വേവിക്കുമ്പം വെക്കാറുള്ളത്. അതെന്താ വെച്ചാൽ പെട്ടെന്നാവും. നമ്മളിപ്പോൾ പാത്രത്തിൽ മറ്റൊരു പാത്രത്തിലൊക്കെയാണ് വെക്കുന്നതെങ്കിൽ കുറേ ടൈം എടുക്കില്ലേ ആവാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മുടെ ഗ്യാസും ലാഭിക്കാം, സമയവും ലാഭിക്കാം ഇങ്ങനെ കുക്കറിൽ ചെയ്യുന്ന സമയത്ത്. കപ്പയിലോട്ട് ഉപ്പോ മഞ്ഞൾപ്പൊടിയോ ഒന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. അല്ലാതെ വേവിച്ചെടുത്തിട്ടുള്ളതാണ്. അത് ഞാനിതാ ഒരു പാത്രത്തിലോട്ട് ഇട്ടിട്ടുണ്ട്. കപ്പ വേവിക്കുന്ന സമയത്ത് ഒരു 3-4 വിസിലടിച്ചോട്ടെ കേട്ടോ. അപ്പോൾ നല്ലോണം വെന്ത് കിട്ടിയാൽ മാത്രമേ നമുക്കിത് ഉടച്ചെടുക്കാൻ പറ്റൂ. നല്ലോണം ഉടച്ചെടുത്തിട്ടുള്ള കപ്പ കൊണ്ടുണ്ടാക്കുന്ന റെസിപ്പിയാണ് ഇത്. ഞാനിപ്പം കപ്പ നല്ലോണം ഉടച്ചെടുത്തിട്ടുണ്ട്. ഒരു കയ്യിലോ എന്താ പറയുക ഒരു പ്രസ്സറോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് നമുക്കിങ്ങനെ പ്രസ് ചെയ്തിട്ട് ഉടച്ചെടുത്താൽ മതി. പിന്നെ നമുക്ക് ഇതിലോട്ട് വേണ്ടത് ഒരു ചെറിയ ഉള്ളി, കറിവേപ്പില, പച്ചമുളക്, ഇഞ്ചി ഇവയാണ്. ഇതിപ്പോൾ ഞാൻ ക്യാമറ പിടിക്കുന്ന സമയത്ത് തലതിരിഞ്ഞു പോയി, അതുകൊണ്ടാണ് ഇതിപ്പം കുഞ്ഞ് സ്ക്രീനിൽ കാണിക്കുന്നത്. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യട്ടോ. പിന്നെ നമുക്ക് ഇതിലോട്ട് കുറച്ച് അരിപ്പൊടിയുടെ ആവശ്യമുണ്ട്. അതിപ്പോൾ ഞാനിവിടെ കപ്പളമൊന്നും കാണിക്കുന്നില്ല. ഇവിടെ ഇപ്പോൾ ഉള്ള പാത്രത്തിൽ ഞാൻ കുറച്ച് അരിപ്പൊടി എടുത്ത് വെച്ചിട്ടുള്ളതാണ്. നമ്മളിത് ചപ്പാത്തിയും പത്തിലൊക്കെ കുഴച്ചെടുക്കില്ലേ, അതുപോലെ കുഴച്ചെടുക്കുകയാണ് വേണ്ടത്. സ്നാക്കല്ലേ, അപ്പം മൊരിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് അരിപ്പൊടി കൂടെ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ അതാ ഞാൻ ഈ ഉടച്ച് വെച്ച കപ്പയിലോട്ട് നമ്മൾ അരിഞ്ഞ് വെച്ച പച്ചമുളകും ഇഞ്ചിയും കറിവേപ്പിലയും എല്ലാം കൂടെ ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിലോട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള ആ ഉള്ളിയില്ലേ, ഉള്ളി അരിയുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിച്ചോണേ. നീളത്തിലല്ല, ഇങ്ങനെ ചെറിയ ചെറിയ പീസായിട്ട് അരിയണേ. ആ ഉള്ളി കൂടെ ഞാൻ ഈ മിക്സിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള അരിപ്പൊടിയില്ലേ, അതിൽ നിന്ന് ഞാൻ കുറച്ച് ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ കുഴച്ചെടുക്കുന്ന സമയത്ത് നമ്മളെ കയ്യിൽ ഒട്ടിപ്പിടിക്കാത്ത പരുവല്ലേ, അങ്ങനെ ആകുന്നവരെ നമുക്ക് അരിപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. അതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ലേ, നിങ്ങൾ കുഴക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ അതിലോട്ട് പിന്നെ ഞാൻ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ പച്ചമുളക് മാത്രമല്ല ഇട്ടത്, അപ്പോൾ കുറച്ച് എരിവ് വേണ്ടേ, അതുകൊണ്ടാണ്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പ് നമ്മൾ കപ്പയിൽ ഇടാത്തതുകൊണ്ട് നോക്കിയിട്ട് ഇട്ടോളണേ. എന്നിട്ട് ഞാൻ നല്ലോണം കുഴച്ചെടുത്തിട്ടുണ്ട്. കുഴക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് വെള്ളം കൂടെ കൂട്ടിയിട്ട് കുഴച്ചോളണേ. നമ്മൾ പത്തിരിക്കൊക്കെ കുഴക്കുന്ന മാതിരി നമുക്കൊരു ഉരുട്ടിയിട്ട് ഇങ്ങനെ ബോൾസാക്കി എടുക്കാൻ പറ്റില്ലേ, ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്കിത് കിട്ടേണ്ടത്. എന്നിട്ട് ഇതെടുത്ത് ബോൾസാക്കിയിട്ട് ഒരു ഉഴുന്നുവടയുടെ ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിപ്പം പെട്ടെന്ന് കാണുന്ന സമയത്ത് നമുക്ക് ഉഴുന്നുവടേനെ പോലെയൊക്കെ തോന്നുന്നുണ്ട് അല്ലേ. അങ്ങനെ എല്ലാം ഞങ്ങളിതാ ഒരു പ്ലേറ്റിലോട്ട് ഉഴുന്നുവടയുടെ ഷേപ്പിലാക്കി വെച്ചിട്ടുണ്ട്. എൻ്റെ കൂടെ ഋഷിയും ഇഷാനും കൂടിയിട്ടുണ്ട് കേട്ടോ ഇതിങ്ങനെ ഷേപ്പാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ എന്ത് പാചകം ചെയ്യുന്ന സമയത്തും രണ്ടാളും എൻ്റെ അടുത്തുണ്ടാവും, ഞങ്ങൾ ഹെൽപ്പ് ചെയ്യാമെന്നും പറഞ്ഞ്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിതൊരു ഫ്രൈ പാൻ അടുപ്പേലോട്ട് വെച്ചിട്ടുണ്ട്. ഇത് നല്ലോണം ചൂടായി വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ അതിലോട്ട് ഒഴിച്ച് കൊടുക്കാം. ഫ്രൈ ചെയ്തെടുക്കാനുള്ളതല്ലേ. അപ്പോൾ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ മാത്രമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുള്ളതാണ്, ഞാൻ ഉണ്ടാക്കുന്ന റെസിപ്പീസിലൊക്കെ കുറച്ച് വെളിച്ചെണ്ണ യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന ആണ് നിങ്ങൾക്ക് മുന്നിൽ ഷെയർ ചെയ്യുന്നത്. അപ്പം നമുക്കിതാ വെളിച്ചെണ്ണ നല്ലോണം ചൂടായി വരുന്ന സമയത്ത് നമ്മൾ ഉഴുന്നുവടയുടെ ഷേപ്പാക്കി വെച്ച ആ സംഭവം ഉണ്ടല്ലോ, അതിങ്ങനെ ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഇതിൽ 4 ഇട്ടിട്ടാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഫ്ലെയിം ശ്രദ്ധിച്ചോളണം. ഹൈ ഫ്ലെയിം വേണ്ട, ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് ഇതൊന്ന് മൊരിഞ്ഞ് വന്നോട്ടെ കേട്ടോ, ഇല്ലെങ്കിൽ ഉള്ളി പെട്ടെന്ന് കരിഞ്ഞു പോകും. പിന്നെ ഞങ്ങളുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണേ. ഇത്തരം സിമ്പിളായിട്ടും ഈസിയായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പീസാണ് നമ്മുടെ ചാനലിൽ കൂടെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഭാഗം സെറ്റായി വരുന്ന സമയത്ത് നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കേണ്ടതുണ്ട് കേട്ടോ. ആ മറിച്ചിടുന്ന സമയത്തും ഫ്ലെയിം എന്താ പറയുക കുറച്ച് കൂട്ടിക്കോളൂ കേട്ടോ, അല്ലെങ്കിൽ അതിൽ അങ്ങനെയൊന്നും എണ്ണ കുടിക്കില്ല. എന്നാലും ജസ്റ്റ് ഒന്ന് കൂട്ടി വെച്ചിട്ട് നമുക്കിതൊന്ന് തിരിച്ചിടാം. എന്നിട്ട് പിന്നെ ലോ ടു മീഡിയം ആക്കി വെക്കാം കേട്ടോ. ഇത് അങ്ങനെയൊന്നും എണ്ണ കുടിക്കുന്ന സൈസൊന്നും അല്ല, എന്ന് വെച്ചാൽ ഉള്ളിൽ കപ്പയാണല്ലോ, അതുകൊണ്ട് അങ്ങനെയൊന്നും എണ്ണ കുടിക്കുകയൊന്നുമില്ല. അപ്പോൾ ആർക്കും ഇത് ട്രൈ ചെയ്തിട്ട് എന്താ പറയുക കഴിക്കാൻ പറ്റുന്ന ഒരൈറ്റാണേ. അപ്പോൾ ഞങ്ങളിത് എല്ലാം കൂടെ ഇങ്ങനെ പൊരിച്ചിട്ട് ഒരു പ്ലേറ്റിലോട്ട് വെച്ചിട്ടുണ്ടേ. നല്ല കളർഫുള്ളല്ലേ, നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ല ടേസ്റ്റുമാണ് ഇത് കഴിക്കാൻ. അപ്പം നമ്മുടെ ഇഷാനെ ഒന്ന് എടുത്തിട്ട് നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മുറിക്കുന്നുണ്ട്.
പുറത്ത് നല്ല ക്രിസ്പി ആയിരിക്കും, ഉള്ളിലാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇത്ര നേരം അവർ വെയിറ്റ് ചെയ്തിരുന്നതാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്യണേ. ബായ്.